ടൊയോട്ട ഫോർച്യൂണറാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി ആണ് കാണിക്കുന്നത്. മറ്റു വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾക്കൊക്കെ ചിലപ്പോൾ നിങ്ങൾ ടയറൊക്കെ നല്ല ടയർ, വണ്ടി അധികം ഓടിയ വണ്ടിയല്ല. നമ്മുടെ നാട്ടിൽ ഈ വില ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വില കൂടുതലാണെങ്കിൽ കുറവാണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നല്ലൊരു വിലയാണ്, കുഴപ്പമില്ല. ഈ വിലയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. കാരണം എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. സെഡ് ടോപ്പ് മോഡലാണ്, ഡീസലാണ് ഇന്ധനം. അപ്പം ഈ നല്ലൊരു വണ്ടി. ഞാൻ ഇതിന്റെ ഇന്റീരിയറൊക്കെ നിങ്ങൾ കാണാം. നല്ല ഒരു ഭംഗിയുണ്ട്, ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല കണ്ടിട്ട് ഏറ്റവും നല്ലൊരു, അധികം ആളുകൾ ഫസ്റ്റ് ഓണറാണ് എഴുതി വെച്ചത്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ചണ്ഡീഗഡിലെ ഞായറാഴ്ച മാത്രം പ്രവർത്തിക്കുന്ന ഒരു യൂസ്ഡ് കാർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇതിന്റെ കഴിഞ്ഞ 2 വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് കാണുക ആ വീഡിയോ കൂടി. അപ്പോൾ ഇത് അതിന്റെ തന്നെ 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാത്ത ഞാൻ ഒരുപാട് വാഹനങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ 2 വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണുക. ആ വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് വാഹനങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കാരണം എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ ദയവീത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വാഹനം ഒരു സെഡാൻ ടൈപ്പ് മോഡലാണ്. 2018 മോഡൽ, ഓട്ടോമാറ്റിക്, 11,70,75,000 രൂപ വിലയുള്ള ഒരു ടൊയോട്ട കൊറോള ആൾട്ടിസ് ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ നാട്ടിൽ ഇത്രയും വില ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വണ്ടിയൊക്കെ ഒന്ന് കയറി നോക്കി. കൊള്ളാം, കുഴപ്പമില്ല, നല്ല വണ്ടിയാണ് കണ്ടിട്ട്. അപ്പോൾ അടുത്ത വാഹനം 2015 മോഡൽ ഓഡി Q3 ആണ്. 13,95,000 രൂപയാണ് വില കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ നമ്പറൊക്കെ ബ്ലർ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേറെ തോന്നരുത്. കാരണം ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ വാഹനങ്ങളൊക്കെ ചിലപ്പോൾ വിറ്റുപോയിട്ടുണ്ടാവാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ കൊണ്ട് ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട, വാങ്ങിക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ നമ്പറൊക്കെ ബ്ലർ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ നാട്ടിലെ വില കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അടുത്ത വണ്ടി 2013 മോഡൽ 10,45,000 രൂപ വിലയുള്ള 4x2 ടൊയോട്ട ഫോർച്യൂണറാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പഴക്കമുള്ള വണ്ടിയാണ്. ഇപ്പോൾ 2012 മോഡലാണ് ഈ വാഹനം. അപ്പോൾ ഈ വിലയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്ത വാഹനം 2012 മോഡൽ ഓഡി Q3 9,50,000 രൂപ, നല്ല വില. അപ്പോൾ ഈ വിലയ്ക്കൊക്കെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഈ വിലയെക്കുറിച്ച് നാട്ടിലെ വിലയെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ കാരണം ഇത് ഞായറാഴ്ച മാത്രമുള്ള ഒരു സൺഡേ മാർക്കറ്റാണ്, വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള. ഓഡി Q3 2012 മോഡൽ 9,50,000 രൂപയാണ് വിലയുള്ള. അടുത്ത വാഹനം ഓഡി Q3 ആണ്. 2017 മോഡൽ ഓഡി Q3, അത് 12,50,000 രൂപ ഫസ്റ്റ് ഓണറാണ് വില കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ആഡംബര വാഹനങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. മറ്റു വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾക്കൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്ന നഷ്ടമായിരിക്കും. ആഡംബര വാഹനങ്ങൾക്ക് നല്ല വിലക്കുറവുണ്ട്, കാരണം കേരളത്തിൽ പുറത്ത്. അപ്പോൾ ഈ വിലയ്ക്കൊക്കെ നാട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് വരാം. അപ്പോൾ അടുത്ത വാഹനം SUV-കളിൽ 2023 മോഡൽ മഹീന്ദ്ര താർ പെട്രോൾ ആണ് ഈ വാഹനം. ഓട്ടോമാറ്റിക്, വെറും 13,000 കിലോമീറ്റർ മാത്രം ഓടി എന്നാണ് എഴുതിയിട്ടുള്ളത്. 13,90,000 രൂപ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 13,90 എന്ന്. 13,90,000 രൂപയാണ് ഇതിന്റെ വില കൊടുത്തിരിക്കുന്നത്. ടയറൊക്കെ നല്ല ടയർ, വണ്ടി അധികം ഓടിയ വണ്ടിയല്ല. കാരണം കിലോമീറ്റർ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. 13,000 കിലോമീറ്റർ മാത്രം ഓടിയ മഹീന്ദ്ര താർ. ഇപ്പോൾ നാട്ടിൽ ഈ വില ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വില കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വാഹനത്തിലേക്ക് വരാം. അപ്പോൾ അടുത്ത വാഹനം 2014 മോഡൽ ടാറ്റ സഫാരി സ്റ്റോം EX, 4,45,000 രൂപയാണ് വില കൊടുത്തിരിക്കുന്നത്. നല്ല വില, 70,000 കിലോമീറ്റർ മാത്രം ഓടിയ സഫാരി സ്റ്റോം EX. 4,45,000 രൂപയ്ക്ക് ഒരു സഫാരി, നല്ലൊരു വിലയാണ്, കുഴപ്പമില്ല. ഈ വിലയ്ക്കൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. കാരണം എനിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം 2014 മോഡൽ 3,90,000 രൂപയുടെ റിനോൾഡ് സ്കല RX-Z ടോപ്പ് മോഡലാണ്, ഡീസലാണ് ഇന്ധനം. അപ്പം ഈ നല്ലൊരു വണ്ടി, ഞാനിവിടെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വണ്ടിയാണിത്. ഇത് ഇപ്പോൾ വിപണിയിൽ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞ 2014 മോഡൽ, 2012 മുതൽ 2017 വരെ എനിക്ക് തോന്നുന്നു വിപണിയിൽ ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ ഈ മോഡൽ ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ ഇതിന്റെ ഇന്റീരിയറൊക്കെ നിങ്ങൾ കാണാം. നല്ല ഒരു ഭംഗിയുണ്ട്, ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല കണ്ടിട്ട് ഏറ്റവും നല്ലൊരു, അധികം ആളുകൾ ഫസ്റ്റ് ഓണറാണ് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച വാഹനങ്ങളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഇന്റീരിയർ. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം ഹോണ്ട CR-V 2010 മോഡൽ 4x4 പെട്രോളാണ്. 4,65,000 രൂപയാണ് എഴുതിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ കാണുന്ന നിങ്ങൾ ഒന്ന് ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് തരാം കമൻ്റ് ഇടുന്നവർക്ക്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നന്ദി.